ഹലോ, എല്ലാവരും പോയോ? എനിക്ക് കുറച്ചു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു കേട്ടോ. അതിനെ പ്രധാനപ്പെട്ടതാണ്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോബ് തന്നെ. എനിക്ക് ഈ ജോബ് കിട്ടാനുള്ള മഹത്തായ വ്യക്തി എന്ന് പറയുന്നത് തന്നെ എന്നെ തങ്കക്കുടം പോലത്തെ ഭാര്യ. അവളില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുക പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവളുള്ളത് കൊണ്ട് മാത്രം ഞാൻ എന്നും ജീവിച്ചിരിക്കുന്നു. അതെ, അവളുള്ളത് കൊണ്ട് മാത്രം. അവൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ തേരാപ്പാര. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനമ്മയും ഒന്നേ പറഞ്ഞുള്ളൂ, നിന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലി ഉള്ളത് കൊണ്ടൊരു കാര്യം ചെയ്യും, പൊന്നുമോൻ ഇനി ഭാര്യേന്റെ ചെലവിന് അങ്ങോട്ട് ജീവിച്ചാൽ മതിയെന്ന്. അത് കേട്ടപ്പോ എനിക്ക് സുഖിച്ചോ? എനിക്ക് അങ്ങനെ സുഖിക്കോ? എന്റെ ആണത്തത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അവൾ അടിച്ചു പൊളിച്ച് ജോലിക്ക് പോകുന്നത് അവിടെ അങ്ങ് നിർത്തി. അവളെ എന്റെ പിള്ളേരുടെ തള്ളയാക്കി എന്റെ വീട്ടിലെ ജോലി എടുപ്പിച്ച് അവളെ എന്റെ വീട്ടിൽ നിർത്താം. അത് മാത്രമായിരുന്നു പിന്നെ എന്റെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ. അതിനുവേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ഞാൻ എൻ്റെ എല്ലാ സപ്ലി എഴുതിയെടുത്തു. സപ്ലി ഒക്കെ പിന്നെ മൊത്തം ക്ലിയർ ആണെങ്കിൽ ജോബ് കിട്ടാൻ അധികം താമസമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോബും കിട്ടി. പിന്നെ അവളെ ജോലിക്ക് ഞാൻ വിട്ടിട്ടില്ല. ഇപ്പൊ അവളെന്റെ അടിമ. എന്റെ വീട്ടിലെ വേലക്കാരിയാണ് അവളിപ്പോ. അവള് നേരത്തെ എന്റെ ജീവിതത്തിലോട്ട് ഇങ്ങനെ കയറി വന്നിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ നല്ലൊരു ജോബ് കിട്ടിയേനെ. അതിനെങ്ങനെയാ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്നാണല്ലോ. അത് വളരെ കറക്റ്റാണ്. കോഴിക്കുഞ്ഞെ, അവിടെ ആ ഫോൺ നോക്കി ഇരിക്കാതെ ഈ കൊച്ചിനെ വന്ന് നൊരുക്കാൻ നോക്കുന്നുണ്ടോ? അപ്പനാന്നുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചിന്റെ കാര്യം ഇവിടെ നോക്കണമെങ്കിൽ എല്ലാത്തിനും എന്റെ കൈ വേണം. എന്നാ പിന്നെ ഒരു കൊച്ചുള്ള വീടാ, എല്ലാം കണ്ടറിഞ്ഞങ്ങോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എല്ലാം ഒരാൾ പുറകെ നടന്ന് പറഞ്ഞു തരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഓ, നിങ്ങൾ വരണ്ട, നിങ്ങൾ അച്ഛൻ വരുമല്ലോ ചെയ്യാൻ. ഇതേ എന്നെ കൂടെ പറയിക്കരുത്. ഓ എടി പയ്യെ, ഇതെങ്ങാനും കേട്ടോണ്ട് അച്ഛൻ വരണം. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരാണല്ലേ. ആണോ? മനസ്സിലായില്ല. ഈ മീശയില്ലാത്ത നിങ്ങളെ ആരാ ഈ ആണുങ്ങളുടെ കൂടെ കൂട്ടിയത്? അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ ഞാൻ കാണാമെന്ന്? ഈ ആണാന്ന് പറയാം, തനിക്ക് എന്ത് യോഗ്യതയുള്ളേ? ഒരാണ് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ആണാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഞാൻ കരുതി നമുക്കൊരാദ്യ കൊച്ചുണ്ടായപ്പോ നിനക്കൊക്കെ മനസ്സിലായെന്ന്. അപ്പൊ ഇതുവരെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് നീ വാ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചേച്ചും വരാം. പക്ഷെ പൂരടി വാന്നേ. മാറി നിൽക്കുന്നുണ്ടോ? ഇത് എൻ്റെ അടുത്ത് മേടിക്കുവേ. നിങ്ങൾക്കിപ്പോൾ ആണാന്ന് തെളിയിക്കണമെന്ന് അത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ചെല്ല്, അപ്പുറത്തെ മായേൻ്റെ വീട്ടിലോട്ട് ചെല്ല്. ഇന്നലെ അവളെ ഇവിടുന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റി കാണത്തില്ലല്ലോ. ഇപ്പോഴാണ് അവളെ കെട്ടിയോനും അവിടെ ഇല്ല, അവൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെല്ല്, പോയി ആണാന്ന് തെളിയിച്ചിട്ടൊക്കെ വന്നാൽ മതി. ഒരു തെറുതിയില്ല. നീ ഇത്രയും തരം താഴ്ന്ന എപ്പോ തൊട്ടേ ചിന്തിക്കാൻ തുടങ്ങിയത്? സ്വന്തം ഭർത്താവിനെ അടുത്ത വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ നിനക്ക് നാണയില്ലേ? അവളുടെ കെട്ടിയവൻ അവിടെ ഇല്ല, അവള് മാത്രമേ ഉള്ളൂ. ഇത്ര നീ ഇങ്ങനെയാണോ എന്നെ കരുതി വെച്ചിരിക്കുന്നത്? എന്നെ മനസ്സിലാക്കിയത്? കളിക്ക് ഞാൻ പലതും പറയായിരിക്കും, അല്ലാതെ നീയും കൊച്ചും അല്ലാതെ എനിക്ക് വേറൊരു ലോകമുണ്ടോ? നീ ഒരു വട്ടം ഇത് പറഞ്ഞു, ഇനി നിന്റെ വായിന്ന് ഞാൻ കേൾക്കാൻ പാടില്ല. കഴിഞ്ഞോ നിങ്ങളുടെ അഭിനയം? കഴിഞ്ഞോ? എന്റെ അഭിനയകുല സിംഹമേ, നമിച്ചു. നിങ്ങൾ ഒരു കല്യാണം കഴിച്ചത് അങ്ങോട്ട് വിട്. എന്തൊക്കെ പറഞ്ഞാലൊരു കൊച്ചിന്റെ തന്തയായില്ലേ? ആ ഒരു ബോധമുണ്ടോ നിങ്ങൾക്ക്? നിന്നെ ഞാൻ വല്ല പെമ്പിളാരിടത്തൊന്നും പിടിച്ചിട്ട് വരുമ്പോ നീ എന്നതാ പറയാറ്? ഇനി ഞാൻ പോകില്ല, ഇങ്ങനൊന്നും ആവർത്തിക്കത്തില്ല, അവളെ ഇനി കാണില്ല എന്നൊക്കെ പറഞ്ഞ് നീ 2 ദിവസം തയ്ക്കൂ. അതിന്റെ മുന്നേ പിന്നെയും പോകും ആരുടെയെങ്കിലും ഒക്കെ കൂടെ. വല്ല പെമ്പിളാരിടത്തും കൊഞ്ചിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടത്തില്ലല്ലോ. എന്നിട്ട് അവന്റെ ഒരു മാന്യം ചമയലോ. ഇത്രയും കാലം നീ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. എന്നാ അതേപോലെ ആയിരിക്കത്തില്ല ഇനി മുതല്. നിന്നെ കണ്ടങ്ങനെ എന്റെ കൊച്ചു വളരണ്ട. ഞാൻ എന്റെ കൊച്ചിനെ മര്യാദയ്ക്കാ വളർത്തുന്നത്, അല്ലാതെ കോഴിത്തരം കണ്ട് വളരണം നല്ല പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാ? കോഴിക്ക് കൈയും കാലും വെച്ച് മനുഷ്യനെ പോലെ ആയ ദൈവനെ പോലെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ പണ്ട് മുതലേ ഉള്ളതല്ലേ. നിനക്ക് ആ ഒരു ബോധമുണ്ടോ? വായി നോക്കുന്ന പോട്ടേന്ന് വെക്ക. എന്തുവാടാ ഇത്? ഒരു മയത്തിലൊക്കെ നിനക്ക് വായി നോക്കിക്കൂടെ? പിന്നെ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നമ്മുടെ ഒപ്പം വേണ്ട ആളാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു ശത്രുവിൻ്റെയോ വേലക്കാരുടെയോ ഒന്നും സ്ഥാനം കൊടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ ലൈഫിലോട്ട് വരുന്നതിന് മുന്നേയും ആൾക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളില്ലെങ്കിലും ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും. പലപ്പോഴും നമ്മളെ അറിഞ്ഞോ അറിയാതെയോ പല നാണക്കേടിൽ നിന്നും രക്ഷിച്ചത് നമ്മുടെ ഭാര്യയല്ലേ. ചെറുതായിട്ടൊന്ന് ഓർത്ത് നോക്കും, അങ്ങനൊരു സീനും ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ട്. കാരണം കഷ്ടപ്പെട്ട് പഠിച്ചു കയറിയ ജോലിയാണല്ലോ.
അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ ആർക്കും പറ്റൂല. അതുപോലെ അവർക്കും പറ്റൂല, എനിക്കും പറ്റൂല. ഞങ്ങളുടെ കൊച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുമാണ്. അവന് പിന്നെ ഞങ്ങളെ വേണമെന്ന് വല്ല നിർബന്ധമൊന്നുമില്ല. അവൻ്റെ അപ്പാപ്പനെയും അമ്മാമ്മനെയും. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ നിർത്താതെ പൊയ്ക്കോ എന്നാണ് അവൻ്റെ വലിയ പറച്ചിൽ തന്നെ. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാര്യയ്ക്കൊരു താടകൻ്റെ രൂപമാണെങ്കിലും നമ്മളത് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. വെളിയിലോട്ട് കാണിക്കാൻ നിൽക്കരുത്. അങ്ങനെ കാണിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് കേട്. അല്ലെങ്കിലും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധത്തിലും വേണമല്ലോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ചെറിയൊരു അഡ്വൈസ് ഉണ്ട്. പറ്റുമെങ്കിൽ കൂടെ ഉള്ള കൂട്ടുകാരിനെ ഒന്നും കയറി കെട്ടിയേക്കരുത്. കൂട്ടുകാരി മാത്രമല്ല, കൂട്ടുകാരനെയും കെട്ടാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഇപ്പം വരെ ഒരു നോക്കണം ചോദിക്കാനുണ്ടോ, തട്ടിപ്പോണവരെ ആ ഉപ്പ് കൊള്ളേണ്ടി വരും. അതുകൊണ്ട് റിസ്കാൻ നിൽക്കണ്ട. നമ്മളെ അറിയാത്തൊരാളെ കെട്ടുവാണെങ്കിൽ അത്രയും സമാധാനം. இது